വക്രദൃഷ്ടി തുടരുന്നു. കേരളീയരുടെ ആരോഗ്യ വിഷയത്തിൽ KPCC പ്രസിഡന്റ് MM ഹസനുള്ള താൽപ്പര്യം എടുത്തു പറയേണ്ടതാണ്. മലയാളികൾക്ക് പ്രോട്ടീനും വൈറ്റമിനും മറ്റ് മൂലകങ്ങളും നൽകുന്ന മാംസാഹാരം കേന്ദ്രം മുട്ടിക്കുകയാണെങ്കിൽ പോഷകാഹാരക്കുറവ് ബാധിക്കുന്ന ഒരു സമൂഹമായി മലയാളികൾ മാറുമെന്ന് ഡോക്ടർ ഹസൻ ജി സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യ ശരീരത്തിൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫാറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ വൈറ്റാമിൻ കിട്ടണം. ഇതിനൊക്കെ എന്താണ് ഭക്ഷണ രീതി? അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, മുട്ട 200, പവർ മാൾട്ട് 2 ടിന്ന്, ഹെർക്കുലീസ് 5 കുപ്പി, അല്ല ഓർലിക്സ് 5 കുപ്പി. ഇത് വേറെ ആരൊരു കണക്കാ? ഇത് ഇവിടുത്തെ കണക്ക് തന്നെയാ. ഈ മൂലംകുഴിയിൽ സഹദേവൻ ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്നു കിട്ടണം. അതിന് ഇത്ര മുട്ട കഴിക്കണോ? സഹദേവ, ഇത്രയും ചെലവ് ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലോ? മോനെ, ഹോർലിക്സ് താങ്ക്സ്. നീ കുടിച്ചോ. ഇന്ന് നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല. അപ്പൊ ഇന്ന് വൈറ്റമിൻ സി ഇല്ല. ഇല്ല. കേരളത്തിൽ ഈ നമുക്ക് പയറുവർഗ്ഗങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമല്ല. അതുകൊണ്ട് ധാരാളമായി നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് അവിടെ അപൂർവമായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് മാംസത്തിൽ നിന്നും മത്സ്യത്തിൽ നിന്നുമാണ് ആഹാരത്തിന് പ്രോട്ടീൻ കേരളീയരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവന്മാരുടെ ഈ മസിൽ ഒന്നും ഒറിജിനൽ അല്ല, വെറും ക്യാമറ ട്രിക്കാ. ഇത് നോക്കി നീ എത്ര കസരത്ത് കാണിച്ചാലും നിന്റെ മസിൽ ഉരുണ്ട് കിട്ടാൻ പോകുന്നില്ല. ഉരുണ്ട് കിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. ഇവിടെ എല്ലാ തരത്തിലുള്ള മാംസവും, ആട്ടിറച്ചി, മാട്ടിറച്ചി, കോഴിയിറച്ചി, ഇതൊക്കെ ആളുകൾ കഴിക്കുന്നവരാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്ഷിക്കുന്നത്, സാധാരണക്കാർ ഭക്ഷിക്കുന്നത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മാട്ടിറച്ചിയാണ്. ഫിങ്കി ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. അത് പശുവിറച്ചിയാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കേരളത്തിൽ പശുവിറച്ചിയുടെ ഉപയോഗം വളരെ കുറവാണ്. ഇവിടെ പോത്ത്, കാള, ഇതൊക്കെയാണ് ബീഫ് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നത്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇതിനോട്ട് സ്ഥലം വിടാം. എന്നിട്ട് പ്ലാൻ ചെയ്ത പോലെ നമ്മൾ റിസോർട്ട് റൂം എടുക്കുന്നു, ഇതിനൊരു കമ്പി പുറത്ത് ബാർബർക്യൂ വെക്കുന്നു, എന്നിട്ട് കള്ളം കുട്ടി അടിക്കുന്നു. എങ്ങനെയുണ്ട്? പശുവിറച്ചി കഴിക്കാൻ തീർച്ചയായിട്ടും വിലക്കപ്പെട്ട ആളുകൾ അത് കഴിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ വിലക്കില്ലാത്ത ആളുകൾക്ക് ഇത് കഴിക്കാൻ അനുവാദം കൊടുക്കാൻ അവർക്ക് അതിനുള്ള അവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് അവരുടെ മൗലികാവകാശത്തെ നിഷേധിക്കലാണ്, സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. കൊളസ്ട്രോൾ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങൾ, കൊളസ്ട്രോൾ കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോൾ നോൺ വെജ് ഐറ്റംസ് ആണ്. നോൺ വെജിൽ റെഡ് മീറ്റ്സ് കഴിവതും ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങൾ കഴിവതും നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്, മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തു നിന്നൊക്കെ നമ്മൾക്ക് വേണ്ട കൊളസ്ട്രോൾ കിട്ടും. പറഞ്ഞ റെഡ് മീറ്റ്സ്, മുട്ടയുടെ മഞ്ഞക്കരു, ഇങ്ങനെ വറുത്തു പൊരിച്ച സാധനം. കേരളത്തെ സംബന്ധിച്ച് ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല, നടപ്പിലാക്കിയില്ല എന്ന ഉറച്ച ഒരു തീരുമാനത്തിലാണ് കേരള ജനത ഒന്നടങ്കം എത്തിയിരിക്കുന്നത്. എന്റെ സുഭദ്രയെ ഞാൻ ഇവരെ കളരി കൊണ്ടാക്കിയത് ഇവന്റെ മേധസ് ഒന്ന് കുറയ്ക്കാനും കയ്യും കാലും ഉറയ്ക്കാനും വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ഒരു ഭ്രാന്താവും ഞാൻ വിചാരിച്ചു. ഭ്രാന്തൊന്നുമല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥത ചെയ്യണം. ഒരു വശത്ത് കേന്ദ്രം മാംസ ലഭ്യത തടസ്സപ്പെടുത്തുന്നു, മറുവശത്ത് സംസ്ഥാന സർക്കാർ മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്നു. പോഷകാഹാരം ഇല്ലാത്ത അവസ്ഥയിൽ മദ്യം കൂടി സേവിച്ചാലോ ആരോഗ്യത്തിന് ഇരട്ടി തകർച്ചയാവും ഫലം. ഇതൊന്നും പോരാഞ്ഞിട്ട് പെലകാലെ വെള്ളം. നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്നതാണോടാ അബദ്ധം. കേരളത്തിൽ അതുപോലെ മറ്റൊരു പ്രശ്നം വന്നിരിക്കുക. ദേശീയ പാതയോരങ്ങളിലെ മദ്യഷാപ്പുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ദേശീയപാത ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഒരു പുനർവ്യാഖ്യാനം മതി. UDF സർക്കാർ നടപ്പിലാക്കിയ മദ്യനയം മാറ്റി ഇവിടെ മദ്യം ഒഴുക്കാൻ പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുള്ള അധികാരം പിൻവലിച്ചുകൊണ്ട് മദ്യരാജാക്കന്മാർക്ക് മദ്യം ഒഴുക്കാനുള്ള നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും. എടാ, ഈ സമീർ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഒരു പട്ടി പോലും വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഒരു പട്ടി പോലും. ഇനി പശു ജഡ്ജിയെ കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ഈ ജീവിതം.
सोचते हैं कि दूध लेने जाते हैं तो ये पूछते हैं कि भैंस का दूध है गाय का दूध है। വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ജഡ്ജി വിരമിച്ചു പോകുന്ന പോക്കിൽ ഒരു വിധി പറഞ്ഞു കളഞ്ഞു. പശുവിനെ വെറുതെ പ്രകീർത്തിക്കുക മാത്രമല്ല, അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ വിടുന്ന ഒരേ ഒരു ജീവിയായി വരെ ജഡ്ജി പശുവിനെ വിശേഷിപ്പിക്കുന്നു. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി കർണൻ മാത്രമല്ല, തലയ്ക്ക് സുഖമില്ലാത്ത ജഡ്ജിമാർ വേറെയുമുണ്ട് എന്ന് മനസ്സിലായില്ലേ? മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണം കൂടെ വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനൂറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. गाय के मूत्र से आपका उद्धार होता है, गाय के गोबर से आपका उद्धार होता है, गाय के दूध से विशेष प्रकार की बीमारियां समाप्त होती है, गाय के दूध में एंटीबायोटिक है, एंटीजेंस है, तरह तरह के विटामिन हैं. अभी जो भी वैद्य डॉक्टर्स होते हैं कहते हैं गाय के दूध से आप दें. आप भी जब सोचते हैं कि दूध लेने जाते हैं तो ये पूछते हैं कि भैंस का दूध है गाय का दूध है. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. ദേശീയ പക്ഷിയായ മയിൽ ഇണചേരില്ലെന്നും ആൺമയിലിന്റെ കണ്ണീരിൽ നിന്നാണ് സന്താനോൽപാദനം എന്നുവരെ ജഡ്ജി ഏമാൻ പറഞ്ഞു കളഞ്ഞു. गाय मोर जो है, मोर नेशनल बर्ड है. मोर कभी भी मोरनी के साथ सेक्स नहीं करते. वो अपने आंसुओं को से डालते हैं और मोरनी उनके आंसुओं को चुप कर गर्भवती होती है और तत्वोपरांत मोर या मोरनी जो भी हो उसको जन्म देती है. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണും. ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണത്തെയും പശുവിന്റെ ഓക്സിജൻ വികിരണ ശേഷിയെയും കുറിച്ച് സയൻസ് ബിരുദധാരിയായ രാജസ്ഥാനിലെ ജഡ്ജി ഏമാൻ പറഞ്ഞതെല്ലാം ഇവിടുള്ള BJP-ക്കാരെങ്കിലും വിശ്വസിക്കില്ലെന്നായിരുന്നു വക്രദൃഷ്ടി കരുതിയത്. ദാണ്ട കിടക്കുന്നു ജഡ്ജിയെ വിശ്വസിച്ച് BJP വക്താവ്. പശുവിൻ്റെ ചാണകത്തിൽ ഓക്സിജൻ അല്ല, മീഥെയ്ൻ വാതകമാണ് ഉള്ളതെന്ന് ഡോക്ടറായ ഫസൽ ഗഫൂറും. എന്തുകൊണ്ട് പശുവിനെ ദേശീയ മൃഗമാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം അതിന് ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരേ ഒരു ജീവി പശുവാണ്. അത് നമ്മുടെ മനുഷ്യരാശിക്ക് ആവശ്യമാണ് ഡോക്ടറെ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ മതപരമായല്ല. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അദ്ദേഹം പത്മകുമാർ ഡോക്ടർ അല്ലല്ലോ, ഞങ്ങളല്ലേ ഓക്സിജൻ കൊടുക്കുന്ന ആൾക്കാർ. പത്മകുമാറിന് വെന്റിലേറ്ററിലിട്ട് ഓക്സിജൻ കൊടുക്കേണ്ട മട്ട ഗതിയിലിപ്പോ വന്നിരിക്കും നമുക്ക്. മീഥേനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട്. അതല്ലല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രാജസ്ഥാൻ ജഡ്ജിക്കെതിരെ പശുക്കൾ അപകീർത്തി കേസ് ഫയൽ ചെയ്യാതിരുന്നാൽ നന്ന്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച 9:30 കാണാം. നന്ദി, നമസ്കാരം.